ആശാപ്രവർത്തകരുടെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ് എന്ന് ബീഹാറിലെ RJD MP മനോജ് ഷാ രാജ്യസഭയിൽ പറഞ്ഞു. കേന്ദ്രം നൽകുന്നത് തുച്ഛമായ തുകയെന്നും മനോജ് ഷാ പറഞ്ഞു. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, നേരത്തെയും കേരളം ഇക്കാര്യം വ്യക്തമാക്കിയത് തന്നെയാണ്. ആശാപ്രവർത്തകർക്ക് സംസ്ഥാനത്ത് നൽകുന്നതിൽ കൂടുതൽ തുകയൊന്നും വേറൊരു സംസ്ഥാനവും നൽകുന്നില്ല. കേന്ദ്രമാകട്ടെ വളരെ തുച്ഛമായ തുക മാത്രമേ ഓരോ ആശാപ്രവർത്തകർക്കും ഓരോ സംസ്ഥാനത്തെ ആശാപ്രവർത്തകർക്കും നൽകുന്നുള്ളൂ. മറ്റൊന്ന്, ഇൻസെൻറ്റീവ് നൽകുന്നത് ഓരോ സംസ്ഥാനങ്ങളാണ്. ആ ഇൻസെൻറ്റീവ് തുക കൂടെ കൂട്ടിയിട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാപ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഈ വിവരമാണോ ബീഹാറിൽ നിന്നുള്ള RJD MP പങ്കുവയ്ക്കുന്നത്? വിനീഷ, ഇന്നിപ്പോൾ രാജ്യസഭയിൽ സപ്ലിമെന്ററി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് ഈ ആശാപ്രവർത്തകരുടെ ഈ ഒരു സംഭവം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബീഹാറിലെ RJD MP ആയ മനോജ് ഷാ രാജ്യസഭയിൽ സംബന്ധിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ ആശാപ്രവർത്തകരുടെ ഓണറേറിയം അടക്കമല്ലാതെയും വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. വളരെ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇവർക്ക് വേണ്ടി നൽകുന്നത്. പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് ഇത്തരത്തിൽ ഈ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും ബീഹാറിലെ RJD MP ആയ മനോജ് ഷാ രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ ബീഹാറിലും ഇത്തരത്തിൽ അതിനുശേഷം പണം നൽകുന്നുണ്ട്. പക്ഷേ പോലും കേരളമാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളും പല രീതിയിൽ പണം നൽകുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതുവരെയും അവർക്ക് വളരെ തുച്ഛമായ 2000 രൂപ താഴെ മാത്രമാണ് ഇത്തരത്തിൽ നൽകുന്നത്. ഇതിൽ വർധനവുണ്ടാക്കണം. മാത്രമല്ല, ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം. അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ നൽകണമെന്നും മനോജ് ഷാ രാജ്യസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതിൽ കേരളത്തിന്റെ പേര് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബീഹാറിലെ RJD MP ആയ മനോജ് ഷാ രാജ്യസഭയിൽ സംസാരിച്ചതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടിയെല്ലാം തന്നെയും BJP, കോൺഗ്രസും അടക്കം ഇത്തരത്തിലെല്ലാം തന്നെയും മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ഓണറേറിയം മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്നുണ്ട് എന്നെല്ലാം തന്നെയും പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു സംസ്ഥാനത്തിലെ ബീഹാറിലെ RJD MP ആയ മനോജ് ഷാ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നത്. എന്നാലും ആശാപ്രവർത്തകരുടെ ഈ ഒരു നമുക്കറിയാം ഒരു വിഭാഗം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തികച്ചും രാഷ്ട്രീയമായി BJP, കോൺഗ്രസും കാണുമ്പോൾ ഈ രാജ്യസഭയിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ MP പോലും കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കാര്യത്തിൽ കൃത്യമായി അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം കൂടുതൽ ഊന്നി പറയാൻ കൂടിയാണ് ഈ ബീഹാറിലെ RJD MP മനോജ് ഷാ രാജ്യസഭയിൽ സംസാരിച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇവർക്ക് വളരെ വലിയ രീതിയിൽ തുച്ഛമായ തുക മാത്രം നൽകുന്നത് വളരെ വലിയ രീതിയിൽ ഈ തുക ഉയർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ബീഹാറിൽ നിന്നുള്ള RJD MP മനോജ് ഷാ കേരളത്തെ പരാമർശിച്ചത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാപ്രവർത്തകർക്ക് നൽകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു RJD MP കൂടിയായ മനോജ് ഷാ. കൃത്യമായി കേരളം അതിൽ നിലപാട് പറഞ്ഞതാണ്. ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന് കാലാകാലങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ നിലപാടാണ്. ഇക്കാര്യം തന്നെയാണ് മനോജ് ഷാ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ അവതരിപ്പിച്ചതും.